College Days. Welcome to Odysseia College Days. College Days. Odysseia College Days എന്ന് എത്തിയിരിക്കുന്നത് തക്കലയുള്ള നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് ഇവിടെ. അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ പെർഫോമൻസുകളും നമുക്കിവിടെ പ്രതീക്ഷിക്കാം. എന്തായാലും ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ലോകത്തിൻ തോഴർനാം വാനോളം ആശകൾ നിറയും സഞ്ചാരികൾ നാം പടവുകൾ ഓരോന്നും കയറും നേരത്തും ഹൃദയത്തിൻ കൂടെ തെളിയുന്നൊരു ചിത്രം അത് നമ്മുടെ കോളേജ്. Welcome to yet another colorful episode of Odysseia College Days. നമ്മൾ എത്തിയിരിക്കുന്നത് തക്കലയുള്ള നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പം നമ്മുടെ ഇന്ന് വന്നിരിക്കുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസിലാണ്. അതുപോലെ തന്നെ ഒത്തിരി ബ്യൂട്ടിഫുൾ പെർഫോമൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് റിഫ്രഷ്ഡ് ആവാനായിട്ട്, ഒന്ന് ചിയർ അപ്പ് ആവാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഡിബേറ്റ് അല്ല, ഞാനൊരു ടോപ്പിക്ക് നിങ്ങൾക്ക് തരും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളുടെ ഐഡിയാസ് ആ ടോപ്പിക്കിനെ പറ്റി ഞങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പം ഞാൻ ടോപ്പിക്ക് തരട്ടെ. സിമ്പിൾ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് നന്നായിട്ട് പറയാൻ പറ്റുന്ന ടോപ്പിക്കാണ്. ബോയ്സ് ആണോ ഗേൾസ് ആണോ കൂടുതൽ ബ്യൂട്ടിഫുൾ? എനിക്ക് മാസ് ആൻസറിങ് വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുന്നേറ്റ് എന്ന് പറയണം. ആരാണ് ആദ്യം പറയുന്നത്? പേരെന്താണ്? ശില്പ. അപ്പൊ ശില്പയുടെ അഭിപ്രായം എന്താ ഇക്കാര്യത്തില്? ഗേൾസ് ആണ് ബ്യൂട്ടിഫുൾ. ഓഫ് കോഴ്സ്. എന്താ അങ്ങനെ പറയാൻ കാര്യം? ഗേൾസ് ബ്യൂട്ടിഫുൾ ആണോണ്ടല്ലേ ബോയ്സ് പറയാ നടക്കുന്നേ. കറക്റ്റ് ആണ് ശില്പയുടെ. ആണുങ്ങൾ നോക്കാൻ വേണ്ടിയല്ലേ ബെറ്റർ ആയിട്ട് ഡ്രസ് ചെയ്യുന്ന പോലും. ഡ്രസ്സിംഗിൽ മാത്രമാണോ ബ്യൂട്ടി ഗേൾസിന്റെ? അല്ലാതെ അല്ല, പക്ഷേ മാക്സിമം അട്രാക്ഷൻ പിടിച്ചു പറ്റാനുള്ള ഒരു ബെറ്റർ ആയിട്ട് ഡ്രസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ഒരിക്കലും ഗേൾസ് ആണോ ബോയ്സ് ആണോ ഏറ്റവും കൂടുതലായിട്ട് ബ്യൂട്ടി പാർലേഴ്സ് യൂസ് ചെയ്യുന്നത്? സ്പൈക്ക് ചെയ്യുന്ന ബോയ്സ് ഇല്ലേ ഇതില്? സ്പൈക്ക് ചെയ്യാൻ ഒരിക്കലും ബ്യൂട്ടി പാർലറിൽ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ പോകുന്നില്ല, ശരി. നിങ്ങൾ ലോവസ്റ്റ് പാന്റ് ഇട്ട് സ്പൈക്ക് ചെയ്ത് ഗേൾസിനെ കാണിക്കാൻ വേണ്ടിയല്ലേ നടക്കുന്നേ? സ്ട്രെയിറ്റ് ചെയ്ത് ലോ വേസ്റ്റ് ഇടുന്ന ഗേൾസും ഉണ്ട്. ചേച്ചി എത്ര മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്? ഞാൻ മേക്കപ്പ് യൂസ് മേക്കപ്പ് യൂസ് ചെയ്തിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ള കാര്യമല്ല ഞാൻ ചോദിച്ചത്. പൊതുവേ ബോയ്സ് ആണോ ഗേൾസിന്റെ ഭംഗിയാണോ ബോയ്സിന്റെ ഭംഗിയാണോ? രണ്ട് രീതിയിലല്ലേ ദൈവം സൃഷ്ടിച്ചേക്കുന്നേ. അതാണ് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ഒരു സംശയം, ഭംഗി ഇല്ലാത്തോണ്ടാണോ ചേച്ചി മേക്കപ്പ് ചെയ്യുന്നത്? അല്ല, എനിക്ക് ഭംഗി ഉള്ളപ്പോഴേ ഞാൻ മേക്കപ്പ് ചെയ്യും. സൗന്ദര്യം എന്ന് പറയുന്നത് ബ്യൂട്ടി പാർലറിൽ കയറി ഇറങ്ങുമ്പോ ഉള്ളതല്ല. ഇവിടെ ഇരിക്കുന്ന പോലെ എത്ര പേർക്കാ ലവേഴ്സ് ഉള്ളേ? ഞങ്ങള് പെൺകുട്ടികളുടെ ബ്യൂട്ടി കണ്ടല്ല സ്നേഹിക്കുന്ന, മനസ്സ് കണ്ടിട്ടാ. ഒന്നും കൂടെ പറയാനുണ്ട്, ഒരു ബോട്ടിൽ പൗഡറും കുറെ ലിപ്സ്റ്റിക്കും ഇല്ലാതെ ഇതിനുള്ളിൽ എത്ര പേർക്ക് ബ്യൂട്ടി ആയിട്ട് കാണിക്കാൻ പറ്റും? ഇവിടെ ഇരിക്കുന്ന ഗേൾസ് എല്ലാം നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ തന്നെയാണ്. ഇതിലുള്ളവര് എത്ര പേര് പൗഡർ ഇടാതെ ലിപ്സ്റ്റിക് ഇടാതെ ഇരിക്കുന്നു ചേച്ചി കാണിച്ചു തന്നെ. ഞാൻ ഇട്ടേക്കുന്ന ലോവേസ്റ്റ് പാന്റ് അല്ലേ? ഇതൊക്കെ ആരെ കാണിക്കാനാ? താനിട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് ആരെ കാണിക്കാനാ? ബ്യൂട്ടി ഇസ് നോട്ട് ഫോർ ഷോയിങ് എനിബഡി. ഓക്കെ, ബ്യൂട്ടി കാണിക്കാൻ അല്ലെങ്കിൽ പർദ്ദ ഇട്ടുകൊണ്ട് നടക്കണം. പർദ്ദ ഇടുന്നത് സ്ത്രീകളുടെ സൗന്ദര്യം മറയ്ക്കാനല്ലേ? അതിനർത്ഥം ഗേൾസ് ബ്യൂട്ടി ആണെന്നാണ്. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന അങ്ങനെ തന്നെയാ. സ്ത്രീയുടെ സൗന്ദര്യം വെച്ച് പല കവികളും പല പല പോയംസ് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഗേൾ ബ്യൂട്ടി ആയതുകൊണ്ട് അല്ലാതല്ല. In no poem they have specified that girls are better looking than boys. നമ്മുടെ ടോപ്പിക്കിന് ഇവർ രണ്ട് കൂട്ടരും ഗേൾസും ബോയ്സും നന്നായിട്ട് കൗണ്ടർ ചെയ്ത് സംസാരിച്ചു. ശില്പ വളരെ നന്നായിട്ട് ബോയ്സ് പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ശില്പയ്ക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളുടെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഗേൾസും ബോയ്സും എല്ലാം ഈക്വലി ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ ഒഡീസിയ കോളേജ് ഡേയ്സിൽ നമ്മുടെ ഫസ്റ്റ് പെർഫോമൻസ് ആണ്. പെർഫോമൻസിനായിട്ട് വരുന്നത് ആരാണെന്ന് നോക്കാം. പേരെന്താണ്? അനന്തലക്ഷ്മി എന്താ പെർഫോം ചെയ്യാൻ പോകുന്നത്? സോങ്. ഓൾ ദി ബെസ്റ്റ്. കള്ള കള്ള കൊച്ചു കള്ള നിന്നെ കാണാൻ എന്തൊരു സ്റ്റൈലാണ്,
സ്റ്റൈലിൻ ചെക്കനെ കണ്ടപ്പോ തൊട്ടേ ഉള്ളിന്റെ ഉള്ളിൽ ലവാണ്. പെണ്ണെ പെണ്ണെ കള്ളിപ്പെണ്ണെ നിന്നെ കണ്ടാലും ചില തീയാണ്. തീയിലൊരുക്കിയ പൊന്നെ നിന്നെ കാണാതിരുന്നാൽ ലവാണ്. ലവാണ് ലവാണ് നിന്നെ എനിക്കെന്ത് ലവാണ്. ഒഡീസിയ കോളേജ് ഡേയ്സിൽ അടുത്തതായിട്ട് ഒരു കിഡിലൻ ഗെയിമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഗെയിം കണ്ടക്ട് ചെയ്യാനായിട്ട് എനിക്ക് സ്മാർട്ട് ആയിട്ടുള്ള 3 ബോയ്സിനെ 3 ഗേൾസിനെ വേണം. ആരാ വരുന്നേ? Hey, yeah, I'm really gonna miss this place. I'm gonna miss my college days. അപ്പൊ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. ഗെയിം വളരെ സിമ്പിൾ ആണ്. ഇവർ 6 പേരെ നമ്മൾ 3 പേഴ്സ് ആക്കിയിട്ടുണ്ട്. ഒരു ബോയ് ഒരു ഗേൾ. ഇതിൽ ബോയ് ഒരു കപ്പ് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. ഗേളിന്റെ കയ്യിൽ 25 ബോൾസ് ഉണ്ട്. അപ്പൊ ഈ കുട്ടി ഇത് എറിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ബോൾ ക്യാച്ച് ചെയ്യുന്ന ടീമാണ് ജയിക്കുന്നത്. സിമ്പിൾ അല്ലേ? റെഡി അല്ലേ? അപ്പം ഒരു മ്യൂസിക് പ്ലേ ചെയ്യും. സ്റ്റാർട്ട് പറയുമ്പോൾ ബോൾ എറിഞ്ഞു തുടങ്ങണം. മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിർത്തണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട്. സെക്കൻഡ് ടീം റെഡിയാണ്. അപ്പം മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യട്ടെ. സ്റ്റാർട്ട്. രണ്ടാമത്തെ ടീം 13 ബോൾസ് സേവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തേർഡ് ടീം റെഡിയാണ്. റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് 13 ബോൾസ് സേവ് ചെയ്ത ഷാനും ശില്പയ്ക്കുമാണ്. അപ്പം അവർക്കുള്ള പ്രൈസ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഷാനും ശില്പയ്ക്കുമുള്ള പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് മൂന്നാർ വാലി ടീ, ഗോൾഡ്, പെരിയർ റൈസ് ആൻഡ് ആയുർവേദ മിക്സ്. ഹാപ്പി അല്ലേ? സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്ന നിബാബിനും ആരതി കൃഷ്ണയ്ക്കുമുള്ള പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അറഫ ഗോൾഡ്, മരിയാസ് പിക്കിൾസ്, Jem jewelry and Ma washing powder.